ബ്രിട്ടീഷ് യുദ്ധവിമാനമായ F-35B തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കട്ടപ്പുറത്ത് കിടക്കാൻ തുടങ്ങിയിട്ട് 2 ആഴ്ചയിലേറെയായി. പഠിച്ച പണിയൊക്കെ നോക്കിയിട്ടും യുദ്ധമുഖത്തെ ബ്രിട്ടീഷ് വമ്പന് ഇതുവരെ ജീവൻ വെച്ചിട്ടില്ല. ഈ സാഹചര്യം ശരിക്കും അങ്ങ് മുതലെടുത്തിരിക്കുകയാണ് കേരള ടൂറിസം വകുപ്പ്. കട്ടപ്പുറത്തായ യുദ്ധവിമാനത്തെയും വെച്ച് സോഷ്യൽ മീഡിയ പേജിലൂടെ അസലൊരു പരസ്യം. കേരളം അതിമനോഹരമായ സ്ഥലമാണ്, എനിക്കിവിടം വിട്ടുപോകാൻ തോന്നുന്നില്ല. തിരുവനന്തപുരത്ത് തങ്ങിയ അനുഭവ പരിചയം വെച്ച് ബ്രിട്ടീഷ് യുദ്ധവിമാനം ഒരു ഗൂഗിൾ റിവ്യൂ നൽകുന്നത് പോലെയാണ് രസകരമായ പരസ്യം. കേരളത്തിലെ ടൂറിസത്തിന് 5 സ്റ്റാർ റേറ്റിംഗ് ഇടാനും F-35 മറന്നിട്ടില്ല. പരസ്യം വലിയ ഹിറ്റായതോടെ കേരള ടൂറിസം വകുപ്പിന്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി കൊള്ളാമെന്നാണ് പലരുടെയും അഭിപ്രായം. മുതലെടുക്കുവാണല്ലേ സജി എന്ന കമന്റുകളും പോസ്റ്റിന് താഴെ കാണാം. അവിടെയും തീർന്നില്ല, ചിരി പടർത്തുന്ന 1 ഡസനിലേറെ കമന്റുകൾ വേറെയുമുണ്ട്. മോഡിഫിക്കേഷൻ വരുത്തിയെന്ന കുറ്റത്തിന് യുദ്ധവിമാനത്തെ MVD കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. മിക്കവാറും പൈലറ്റിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യും. ഭാഗ്യം മുണ്ടുടുപ്പിച്ചില്ലല്ലോ. കൊണ്ടുപോകാൻ പറ്റുന്നില്ലെങ്കിലേ ഇതിനെ ഇവിടെ തന്നെ ഒരു കുഴി കുഴിച്ച് സംസ്കരിച്ചേക്ക്. അസ്ഥി നമുക്ക് ഭാരതപ്പുഴയിൽ ഒഴുക്കിയേക്കാം. ഇന്ധനം തീർന്നതിനെ തുടർന്ന് കഴിഞ്ഞ ജൂൺ 14-നായിരുന്നു F-35 യുദ്ധവിമാനം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയത്. ലാൻഡിംഗിന് ശേഷം നടത്തിയ പരിശോധനയിൽ ഹൈഡ്രോളിക് സംവിധാനത്തിൽ തകരാർ കണ്ടെത്തിയതോടെയാണ് വിമാനത്തിന്റെ മടക്കം നീണ്ടുപോയത്. ഏതായാലും ബ്രിട്ടനിൽ നിന്നുള്ള വിദഗ്ധ സംഘമെത്തി ഉടൻ തന്നെ പ്രശ്നങ്ങൾ പരിഹരിച്ച് യുദ്ധവിമാനം തിരിച്ചു കൊണ്ടുപോയേക്കും.